اشراقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു ചെറിയ നോമ്പുത്തോറിൻ്റെ വിശേഷമാണ് കേട്ടോ. അതായത് ഞങ്ങൾ മാത്രമല്ല, ഇന്നൊരു ചെറിയ നോമ്പുത്തോറ സൽക്കാരം തന്നെയാണ് കേട്ടോ. ചെറിയ ഒരു 5-6 ആൾ കൂടുതലുണ്ട് ഞങ്ങളേന്നും, ആങ്ങളെയും സിത്തും കൂടാതെ കേട്ടോ. കൂടാതെ ഒരു 5-6 ആൾക്കാരുള്ളൊരു നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ കാക്കൻ്റെ ഫ്രണ്ട്സുകളാണ് ഞങ്ങൾ. പെണ്ണുങ്ങൾ ആരുമില്ല, ഞങ്ങൾ തന്നെ ഉള്ളൂ. ആണുങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് പഴം കേക്ക്, പിന്നെ ഇറച്ചി കേക്ക്, സമൂസ ഉണ്ടോ. അപ്പോൾ ഇറച്ചി കേക്കിനുള്ളത് ഇറച്ചി കായം കുഴച്ച് വെച്ചിട്ടുണ്ട്, പൊടി വാട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ പണികൾ മോള് അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോ അതായിരുന്നു. അപ്പോൾ അതാ ഞാൻ കായം വെച്ചിട്ട് ഇറച്ചി ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. ഇറച്ചി കേക്കിനും സമൂസൊക്കെ ഒന്ന് പൊരിച്ചുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ അന്ന് വെള്ളിയാഴ്ചയിനി കാക്ക രാവിലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി തൊലിച്ച് വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അന്നേരം ഉറങ്ങുകയാണ്. ഞാൻ ഇറ്റ് വന്നപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സാധനങ്ങൾ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കാക്ക കുളിച്ച് മാറ്റി ഒരു പള്ളിയിലൊക്കെ പോരുമ്പോൾ ഞാൻ പൊടിയൊക്കെ വാട്ടി കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മോളിതാ ഉള്ളിയൊക്കെ വരുമ്പോഴത്തേനെല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് കാര്യങ്ങൾ റെഡിയാക്കി വെച്ച്. കാക്ക വന്നാൽ കാക്ക ഉണ്ടോ ചിക്കൻ കറി വെക്കുന്നത്. പിന്നെ ചിക്കൻ കറി ഞാൻ വെച്ചുതരാം. കാക്ക 2 മണിക്കൊരു പണീൻ്റെ ആവശ്യത്തിന് പോകാനുണ്ട്. അപ്പോൾ എന്നാൽ കറി ഞാൻ വെച്ചുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ കാക്കതാ ഞാൻ അതിലൊരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് കടുകും പെരുംജീരകം, ഉലുവ, നല്ല ജീരകം, പട്ടാപ്പൂ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്തുകൊണ്ട് ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പം ഇക്കാക്ക പണി ചെയ്യുമ്പോൾ ഞങ്ങൾ വേറെ ഓരോ പണികളോരും ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഇട്ടൊക്കെ ഇളക്കി മസാലകളും ഒക്കെ ഇട്ടുകൊണ്ട് ഒന്ന് നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കാക്കൻ്റെ രണ്ടൊന്ന് ഫ്രണ്ട്സും പിന്നെ മരുവൻ്റെ റിഫുവിൻ്റെ പുതിയാപ്പിളും 2 ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ കാക്കൻ്റെ വലിയ പെങ്ങളൊരു പേരക്കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഓന് വെള്ളിയാഴ്ച ലീവാണ്. അപ്പോൾ ഒരു നോമ്പ് തുറക്കാൻ ഞങ്ങൾ കുറേ സമയം വരാൻ പറയുന്നത്. അപ്പോൾ ഓന് വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവരൊക്കെ ഒന്ന് അതിലേക്ക് ക്ഷണിച്ചതാണ് കേട്ടോ. പിന്നെ 1-2 ആളെ വിളിച്ചിന് ഓരോ എത്തിയിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല. 1-2 ആൾ സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെ കറി ഉണ്ട്. അപ്പോൾ ഞാൻ ബീഫ് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് കഴുകി അതൊക്കെ ഞാൻ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബീഫൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് ഞാൻ വരട്ടിയെടുക്കാൻ വേണ്ടി പോകണ്ട. അപ്പോൾ ഞാൻ ചുവന്നുള്ളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചുവന്നുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് ഇറച്ചിയൊക്കെ അതിലേക്ക് ഇട്ടെടുത്ത് കറിവേപ്പിലയൊക്കെ ഇട്ടെടുത്ത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ടിട്ട് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ട് ഞാനത് നല്ല കുഴച്ച് അടുപ്പത്ത് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബീഫ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കൂട്ടാൻ പറ്റൂലല്ലോ. പക്ഷേ ഞാൻ നല്ലോണം വരട്ടിയൊക്കെ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. കാക്ക് ഇഷ്ടമാണ് വരട്ടിയാലൊക്കെ. ഞാൻ ആ മട്ടത്തിന് തന്നെ വരട്ടി കൊടുക്കാറുണ്ട്. അധികം നന്നാവുന്നുണ്ട്. ഇപ്പം അന്നുണ്ടാക്കിയതും ടേസ്റ്റ് ആയിരുന്നെന്നാണ് പറഞ്ഞത്, ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ മല്ലിപ്പൊടിയും ഇട്ട് ഗരം മസാലയൊക്കെ ഇട്ടുങ്ങാണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ആ ബൗളിൽ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇത് ആയിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ചുഴറ്റിങ്ങാണ്ട് അതൊന്ന് അതിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടതാ. ഈ വെള്ളം മാത്രമേ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഒഴിച്ച് നല്ല ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുഴച്ചെടുത്ത് അടുപ്പ് ഒഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അടുപ്പിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു അടുപ്പ് അതിനനുസരിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോള് വന്നുങ്ങാണ്ട് പിന്നെ പത്തിരിക്കുള്ള ബോളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. ബോൾസ് ഉണ്ടാക്കി വെച്ചാൽ റിഫിൻ്റെ പുതിയാപ്പിള പറഞ്ഞ് ഞാൻ പരത്തിക്കോളാം, നിങ്ങൾ ബോളാക്കി തന്നാളെയാണ്. അങ്ങനെ ഓളത് കുഴച്ച് തന്നെ ബോളാക്കി അത് ഹോളിൽ ടേബിൾമേ കൊണ്ടുവച്ച്. അപ്പോൾ ഓരോ പരത്തിയിട്ടുണ്ട് കേട്ടോ. വരുത്തുന്ന വീഡിയോ ഞാൻ പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവർക്ക് തോന്നണ്ട വിചാരിച്ചിട്ട് എടുത്തിട്ടില്ല. പിന്നെ പത്തിരി ഞാൻ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ പണി അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യാണ്. അപ്പോൾ പത്തിരിയൊക്കെ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പം സമൂസ ഇറച്ചിക്കൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉള്ളി മോള് കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ കട്ടുന്ന സമയത്ത് തന്നെ മോൾ അതിനുള്ള ഉള്ളിയും കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉള്ളി വഴറ്റിയെടുക്കുകയാണ്. രണ്ടും കൂടെ ഒരു കൂട്ട് മതിയല്ലോ, കൂട്ടൊന്നും വേറെ ആക്കണ്ടല്ലോ. പിന്നെ സമൂസ ലീഫ് വാങ്ങിയതാണ്. അപ്പം അത് ഒരു മരുവന് നിറച്ചെന്നുള്ള നമുക്ക് അതൊന്നും വലിയ പണിയില്ല. പിന്നെ ഇറച്ചി കേക്കും പഴം കേക്കൊന്നും വലിയ ഭാരമുള്ളൊരു പണിയില്ല. അതുകൊണ്ട് പണിയൊന്നും ഞങ്ങൾക്ക് ഭാരമൊന്നും തോന്നിയിട്ടില്ല. ഓരോന്നും ഉണ്ടാക്കി ഞങ്ങൾ പിന്നെ പുട്ടും പത്തിരിയാണ് കേട്ടോ നാസ്തയൊക്കെ ഉണ്ടാക്കിയത്. ഒന്നും ഞങ്ങൾക്കൊരു മടുപ്പൊന്നുമില്ല, എല്ലാവരും കൂടെ എടുത്തതാണ്. പിന്നെ അതാ പഴം മോള് കട്ട് ചെയ്തെങ്ങാണ്ട് അതൊക്കെ പിന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര കുറച്ച് നെയ്യിൽ വന്നതിന് ശേഷം കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടുങ്ങാണ്ട് ഇതാക്കുന്നുണ്ട്. ഒരടുപ്പത്ത് ഇറച്ചി കേക്ക് പറഞ്ഞാൽ ഒരടുപ്പത്ത് പഴം കേക്ക് ചുടുന്നുണ്ട്. അവൻ 2 പഴം കേക്കും 4 ഇറച്ചി കേക്കാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ.
പഴങ്കേക്ക് കുറച്ച് 5 മുട്ട കൊണ്ടാണ് 5 കോഴിമുട്ട കൊണ്ടാണ് ഉണ്ടാക്കിയത്. മറ്റേത് 2-3 മുട്ട തോന്നുന്നുണ്ട്. 3 മുട്ട വെച്ചിട്ട് 4 മുട്ട വെച്ചിട്ട് 3 ഇട്ട് ഉണ്ടാക്കി 4 ഉണ്ടാക്കി. ഉച്ചയ്ക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ റവ കാച്ചുന്നുണ്ട്. പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കാന്ന് കേട്ടോ. പിന്നെ രണ്ടാം പാലൊന്നും ഇപ്പോൾ നാട്ടിലത്തെ രണ്ടാം പാലൊന്നുമില്ല. വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ ഏലക്കായും റവയും ഉപ്പൊക്കെ ഇട്ടിട്ട് കാച്ചെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് പിന്നെ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ടിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവന് മോൾ അതിൻ്റെ ഇടയിൽ വൃത്തിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അടിച്ചെല്ലും തുറക്കലൊക്കെ അവൾ അതിൻ്റെ ഇടയിൽ കഴിക്കുകയാണ്. നമ്മൾ രാവിലെ ഒന്നും ചെയ്തില്ല. അവരൊക്കെ വേഗം പണി കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം അടുപ്പത്തേക്ക് വന്നിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ചെയ്യാണ്. അതിൻ്റെ ഞങ്ങളെ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ റവൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് സേമിയ ഇട്ട് കൊടുത്തീനി കേട്ടോ. ഒന്ന് തിന്നായ സേമിയം കൊണ്ടുവന്നീനി. കുനാഫക്കൊക്കെ ഉള്ള അങ്ങനത്തെ അത് ഉണ്ട്. ഇനി അത് ഞാൻ അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അധികം കുറുകരുതല്ലോ. അപ്പോൾ ഒരുവിധം പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടിന്നാണ് കേട്ടോ ഇവിടെ നമ്മൾ വാങ്ങൽ. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതെന്നു വെച്ചാൽ ഒന്നിങ്ങോട്ട് പിന്നെ ഞാൻ വല്ലാതെ തിളപ്പിച്ചിട്ടില്ല കേട്ടോ. ഒന്ന് തുള്ളി വന്നപ്പോൾ തന്നെ ഞാനത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും അണ്ടിമുന്തിരി കൊണ്ടാട്ടോ ഞാൻ വറവിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ നെയ്യ് ഒഴിച്ചുകൊണ്ട് അതിലേക്ക് ഞാൻ ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ചുവന്നുള്ളി മൂത്ത് വന്നപ്പോൾ തന്നെ ഞാൻ അണ്ടിമുന്തിരിയും ഒന്ന് പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിനി. അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അത് ഞാൻ റവയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പം തരിക്കഞ്ഞി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ബീഫായി, പിന്നെ കോഴിക്കറി ആയിട്ടുണ്ട്, പത്തിരി ആയിട്ടുണ്ട്, കേക്ക് ഇതാവുന്നുണ്ട്. പിന്നെ വലിയ ഭാരമൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നോമ്പുതുറ നമ്മളെ കയ്യൊന്നും ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്ട് കൊടുക്കുന്നത്. അതിനൊരു സൽക്കാരാണെങ്കിലൊക്കെ എനിക്ക് വാങ്ങണേക്കാളും ഇഷ്ടമാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതൊരു റാഹത്താണ് എനിക്ക്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റേത് അങ്ങനെയാണ്. മോനോട് ഓറഞ്ച് ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പുട്ടാണ്, പുട്ടും പത്തിരിയാണ്. അപ്പോൾ പുട്ട് ചുട്ടും കൊടുക്കുകയാണ്. പുട്ട് പിന്നെ ആ ചിരട്ടപ്പുട്ടിൻ്റെ അപ്പോൾ നല്ല ടൈം അതാണ് നാത്തൂൻ്റെ പേരക്കുട്ടിട്ടാണ്. ഓന് വന്നിട്ടുണ്ട്. ജാഫറിൻ്റെ ഒരു അയൽവാസിയാണ്, ഓനും വന്നിട്ടുണ്ട്. അതോന് ഞാൻ വ്ളോഗാണോന്ന് ചോദിച്ചങ്ങാണ്ട് ഓരോന്ന് പറയാൻ കേട്ടോ. അതാ ഒക്കെ റെഡിയാക്കി ടേബിൾ മേലെ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാ പിന്നെ സൂപ്പറൊക്കെ വിരിക്കുകയാണ്. അപ്പോൾ കാക്കൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. മരുവൻ്റെ ഓരോരുത്തർ വന്നും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി 1-2 ആളും കൂടെ വരാനുണ്ട്. അപ്പോൾ അത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. മനും സിത്തുമൊക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഓല് റെഡിയാക്കി. അതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും ഞാൻ നോമ്പ് തുറക്കുമ്പോൾ സാധാരണ സിത്തും മനും തന്നെയാണ് ഒക്കെ ആക്കൽ. അതൊന്നും ഞാൻ അറിയലില്ല. പിന്നെ ഇന്നും പ്രത്യേകിച്ച് ഓൻ തന്നെയാണ്. ദാനിയനൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അത് കാക്കൻ്റെ ഫ്രണ്ടാണ്, ആ റോസ് പോലത്തെ ഷർട്ടിട്ട്. മറ്റേത് മരുവൻ്റെ അയൽവാസിയാണ്. ഓന് നാട്ടിൽ പോവുകയാണ് 18-ാം തീയതി. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഓന് ജിസാനിലാണ്, ഓന് ജിദ്ദയ്ക്ക് വന്നതാണ് 4 ദിവസം. അപ്പോൾ ഓനോട് വരാൻ പറഞ്ഞതാണ്. ഫ്രൂട്ട്സൊക്കെ എല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഓരോന്ന് റെഡിയാക്കിയാണ്ട് ഒരു സൂപ്പറിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് എങ്ങനെയൊക്കെ ഇതിപ്പോൾ ആരൊക്കെ അനിയൻ്റെ ഫ്രണ്ടാണ് വിനിക്കാക്ക. ആ മുഖനക്കാക്ക അറിയും. ആ ഒരു എൻ്റെ മരുമോനും ഓരോ വർക്കിലുണ്ടല്ലോ, ലോണ്ട്രീൻ്റെ ടെക്നീഷ്യനാണ്, ലോണ്ട്രി മെഷീൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ അവൻ്റെ കൂടെ വർക്കിനൊക്കെ പോവലുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നോമ്പൊക്കെ വാങ്ങൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതാ നോമ്പ് തുറന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് അർജൻറ്റുള്ളവരൊക്കെ പിന്നെ നാസ്ത കഴിക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഓർക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് ഓരൊക്കെ വേഗം കഴിച്ച്, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പത്തിരിയും ബീഫും കോഴിക്കറിയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ കാക്കൻ്റെ ഫ്രണ്ടൊക്കെ അത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, ഒരു ഫാമിലിക്കൊക്കെ വിട്ടു കൊടുക്കാനോ. പിന്നെ ഇതാ നത്തൂൻ്റെ മോനും ഇങ്ങനെ എല്ലാവരും സംസാരിച്ചിരിക്കാനോ. അവരൊക്കെ പോയാരെ സംസാരിച്ചിരിക്കാൻ. നമ്മളന്നേരം ഒന്നും ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ആർക്കും വേണ്ടതൊക്കെ തിന്നപ്പോൾ എല്ലാവരും ഇതായി നിൽക്കുക, കുടിക്കുക. ഓരോ സംസാരങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.